ഈ പ്രൊഫഷണലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെയധികം സൂക്ഷ്മതയോടുകൂടെ കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു സ്പേസ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പല ആളുകളും പല പ്രൊഫഷണൽസും ഈ പ്രൊഫഷണലിസം എന്ന് പറഞ്ഞൊരു ലേബലിനകത്ത് മായം കലർത്തിക്കൊണ്ട് അത് വളരെ മോശമായ രീതിയിൽ ഉപയോഗിക്കാറുണ്ട്. ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് എൻ്റെ ഒരു അടുത്ത സുഹൃത്ത്, അവൾക്ക് നേരിടേണ്ടി വന്ന, അതും ഒരു ഡോക്ടറുടെ അടുത്ത് നിന്ന് നേരിടേണ്ടി വന്ന വളരെ മോശമായിട്ടുള്ള ഒരു അനുഭവമാണ്. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും താഴെ എന്തെങ്കിലും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ പേരിൽ നിന്ന് തുടങ്ങാം. എൻ്റെ സുഹൃത്തിൻ്റെ പേര് റസിയ. കാണാൻ അത്യാവശ്യം മൊഞ്ചുള്ള, കണ്ടാൽ തിരക്കേടില്ലാത്ത ഒരു ശരീര പ്രകൃതം, നല്ല നീളമുണ്ട്, അതുപോലെ തന്നെ ആരും കണ്ടാൽ ആകർഷിക്കാവുന്ന രീതിയിലുള്ളൊരു ശരീരഘടനയുള്ള അവൾ ആദ്യത്തെ മോനെ പ്രസവിച്ച് രണ്ടാമത്തെ കുട്ടിയെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്താണ് ഈ ഒരു വിഷയം വരുന്നത്. ആ ഒരു സമയത്ത് വല്ലാണ്ട് എന്തോ പനിയോ ചെറിയ ഒരു അസുഖം വന്ന സമയത്ത് ഒരു മഞ്ചേരിയുള്ളൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് പോകുമായിരുന്നു. അവിടെ എത്തിയ സമയത്താണ് സംഭവങ്ങളുടെ തുടക്കം. അവിടെ എത്തിയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ഡോക്ടർ ഇവളെ പരിശോധിക്കുകയാണ്. റസിയനെ പരിശോധിച്ച സമയത്ത് ഇങ്ങനെ ഒരു മെഡിസിൻസും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഡിസ്ചാർജ് ചെയ്ത് വിടുകയാണ്. അത് കഴിഞ്ഞിട്ട് ഫോളോ അപ്പ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്ന അലർജി സംബന്ധമായിട്ടുള്ള എന്തോ ഒരു വിഷയമാണ് ആൾക്ക് ഉണ്ടായിരുന്നത്. പനിയും പിന്നെ അതുപോലെ എന്തൊക്കെയോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ഇഷ്യൂസാണ്. അപ്പോൾ ആ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും അവിടെ തന്നെ ചെല്ലാൻ പറയാണ് കേട്ടോ. അപ്പോൾ വീണ്ടും അവൾ അവിടെ ചെല്ലുന്ന സമയത്ത് ഈ ഡോക്ടർ ഈ പ്രിസ്ക്രിപ്ഷനൊക്കെ എഴുതി കൊടുത്തതിന് ശേഷം, ടെസ്റ്റും കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്തതിന് ശേഷം പറഞ്ഞു, ഒരു നമ്പർ കൊടുത്തു ഇവളുടെ കയ്യിൽ. എന്നിട്ട് പറഞ്ഞു, നിൻ്റെ റിസൾട്ട് എന്തായി എന്നുള്ളത് എൻ്റെ അടുത്ത് പേഴ്സണലി പറഞ്ഞറിയിക്കണം. അതിനുശേഷം ഞാൻ പറഞ്ഞുതരാം മെഡിസിൻസ് കഴിക്കണോ വേണ്ടേ എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതിനുശേഷം നീ ആ മെഡിസിൻസ് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞ് അവളെ വിടുകയാണ്. ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം മെഡിസിൻസ് കഴിക്കണമെങ്കിൽ എന്നോട് ആദ്യം മെസ്സേജ് ചെയ്ത് പറഞ്ഞതിന് ശേഷം കഴിച്ചാൽ മതി. ഒബ്വിയസ്ലി റസി എന്താ വിചാരിക്കാം, ആള് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ആളായതുകൊണ്ട് ഒരു ഡോക്ടർ തന്ന മെഡിസിൻ അല്ലേ, അപ്പം ടെസ്റ്റ് അല്ലേ, അപ്പം അതിനനുസരിച്ചിട്ട് ആ ഡോക്ടർ പറഞ്ഞ പോലെ ചെയ്യാമെന്ന് വിചാരിച്ച് ടെസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ ഒരു റിസൾട്ട് ഡോക്ടർക്ക് മെസ്സേജ് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷമാണ് അവൾക്ക് മെഡിസിൻസ് കാര്യങ്ങളെല്ലാം വാങ്ങിക്കാനായിട്ട്. അങ്ങനെ ഇവള് ഈ ഒരു കാര്യം അയച്ചു കൊടുത്തതിന് ശേഷം ഡോക്ടർ പെട്ടെന്ന് തന്നെ റിപ്ലൈ കൊടുക്കുന്നു. പിന്നെ ഡോക്ടർ എല്ലാ ദിവസവും ഗുഡ് മോർണിംഗും ഗുഡ് നൈറ്റും അയക്കുന്നു. അവളിങ്ങനെ വിചാരിക്കുക, എന്താ ഇപ്പോൾ ഈ ഡോക്ടർ ഇങ്ങനെ എല്ലാ ദിവസവും ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് അയക്കുക? സാധാരണ ഒരു പ്രൊഫഷണൽ ആകുന്ന സമയത്ത് അവർക്ക് ഇതിനൊന്നും ഒഴിവുണ്ടാവില്ല. ഒരുപാട് പേഷ്യൻസിൻ്റെ ഇടയിൽ ഒരു പേഷ്യൻ്റ് മാത്രമായിരിക്കും റസിയ അല്ലേ. അപ്പോൾ അവളങ്ങനെ വിചാരിക്കുക. അപ്പോൾ അവൾ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞ സമയത്ത് ഹസ്ബൻഡ് പറഞ്ഞു, മൂപ്പര് മനസ്സിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല, നിനക്ക് വെറുതെ തോന്നുമായിരിക്കും, ചിലപ്പം മൂപ്പരുടെ എന്തെങ്കിലും പ്രൊമോഷൻ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോലെ ബ്രോഡ്കാസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവും, അതിൽ നിൻ്റെ പേരും ചിലപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ടാവും, അങ്ങനെ വരികയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഹസ്ബൻഡ് അവളെ സമാധാനിപ്പിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും അവൾക്ക് എന്തോ അസ്വസ്ഥതകളും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഹസ്ബൻഡിന് എന്തായാലും അവളെ അക്കമ്പനി ചെയ്യാനായിട്ട് അന്ന് പറ്റിയിട്ടില്ല. അപ്പോൾ ഈ റസിയനോട് പറഞ്ഞു, ഡോക്ടർ അത്ര പ്രശ്നക്കാരൊന്നും ആയിരിക്കില്ല, നീ ഒരു കാര്യം ചെയ്യും, നീ നേരെ ഹോസ്പിറ്റലിലേക്ക് നീ ഒറ്റയ്ക്ക് പോയിക്കോ, എന്നിട്ട് തിരിച്ച് വരുമ്പോൾ ഞാൻ നിന്നെ കൂട്ടാമെന്ന് പറഞ്ഞു. അങ്ങനെ റസിയയ്ക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും തോന്നിയില്ല. അങ്ങനെ അവൾ ഹോസ്പിറ്റലിൽ പോവുകയാണ്. ഹോസ്പിറ്റലിൽ പോയപ്പോൾ ആ ഡോക്ടർ അവിടെ ഉണ്ട്. ഡോക്ടർ അവളെ കൺസൾട്ട് ചെയ്ത സമയത്ത് അവളോട് ഇതുപോലെ തന്നെ വളരെ എന്താ പറയുക, ഒരു അൺപ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിലൊക്കെ സംസാരങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞു. അവൾ എന്താ ഇതിങ്ങനെ എന്നൊക്കെയുള്ള രീതിയിൽ അവൾക്ക് ഇങ്ങനെ തോന്നി. പക്ഷേ ഒരു പബ്ലിക് സ്പേസ് ആയതുകൊണ്ട് അയാൾക്ക് മിസ്ബിഹേവ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഒന്നുമില്ല. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം അവൾ തിരിച്ച് വീട്ടിലേക്ക് വന്നതിന് ശേഷം പിന്നെ തുടർച്ചയായിട്ട് മെസ്സേജസും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങിയെന്ന് പറഞ്ഞു. ഇവളോട്, നിന്നെ കാണാൻ നല്ല മൊഞ്ചാണ്, നീ കാണാൻ നല്ല അഴകാണ്, ഗർഭിണിയായപ്പോൾ നീ ഒന്നും കൂടെ മൊഞ്ച് കൂടിയിട്ടുണ്ട്, എൻ്റെ ഭാര്യ എൻ്റെ കൂടെ അല്ല ഇപ്പോൾ താമസിക്കുന്നത്, അപ്പോൾ നിനക്ക് എൻ്റെ കൂടെ പോരാൻ പറ്റുമോ, ഞാൻ നിന്നെ പൊന്നുപോലെ നോക്കിക്കോളാം, ഇങ്ങനത്തെ രീതിയിൽ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് റസിയ ഇത്രയായിട്ടും മിണ്ടാണ്ടിരിക്കുന്നത് എന്നാന്ന് തോന്നുന്നുണ്ടാവും. അപ്പോൾ അവളുടെ ഹസ്ബൻഡ് പറഞ്ഞതാണ്, നീ ഒരു കാര്യം ചെയ്ത് നീ മെസ്സേജ് അയച്ച് നോക്കുക അയാളോട്, എന്നിട്ട് അയാൾ എന്താ ചെയ്യുന്നത്, എവിടെ വരെ പോകുന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ എന്താ പറയുക, ഈ ഹസ്ബൻഡിൻ്റെയും ഇവളുടെയും കൂടെ പ്ലാനോട് കൂടിയാണ് അവർ രണ്ടുപേരും സത്യം പറഞ്ഞാൽ ചാറ്റ് ചെയ്തത്. അങ്ങനെ ഈ ഡോക്ടറുടെ ഒരുപാട് സ്വഭാവങ്ങൾ കാര്യങ്ങളെല്ലാം എക്സ്പോസ് ആയി. ഈ ഒരു സമയത്ത് ഇവൾ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവളുടെ ഹസ്ബൻഡ് ഇതൊരു പ്രശ്നമാക്കണം എന്നൊക്കെ അയാൾക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ലാസ്റ്റ് നീ എൻ്റെ കൂടെ പോരുമെന്ന് ചോദിച്ചപ്പോൾ റസിയ പറഞ്ഞു, ഇനി ടെക്സ്റ്റ് ചെയ്യാൻ ഞാനില്ല, എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവെ, നിങ്ങൾ എന്തെന്നെ വിചാരിച്ചാലും എനിക്ക് കുഴപ്പമില്ല, എൻ്റെ ക്ഷമയുടെ നെല്ലിപ്പലക ഇവിടെ അറ്റു എന്ന് പറഞ്ഞിട്ട് അവൾ അയാളെ നമ്പർ ബ്ലോക്ക് ചെയ്തു എന്ന് പറഞ്ഞു. ബ്ലോക്ക് ചെയ്തതിന് ശേഷം ഭർത്താവിന് അവിടെ പോയിട്ട് പ്രശ്നം ഉണ്ടാക്കണം എന്നൊക്കെ തോന്നിയായിരുന്നു തോന്നുന്നു. അതായത് അവിടെ പോയിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എന്ത് ചെയ്തില്ല, അവളെ പിടിച്ചു നിർത്തി, ഇനി വേണ്ട, അത് പോയിട്ട് ഇനിയിപ്പോൾ പ്രശ്നമാക്കി കഴിഞ്ഞാൽ ഞാനല്ലേ അതിൽ എൻ്റെ പേരല്ലേ പുറത്ത് വരിക, അപ്പം അതൊരു പ്രശ്നമാക്കണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഭർത്താവിനെ സമാധാനിപ്പിച്ച് വിടുകയാണ് ചെയ്യേണ്ടത്. പിന്നെ ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞു.
ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞ് ഇവള് ബോട്ടിം എന്തോ ഇൻസ്റ്റാൾ ചെയ്ത, അത് ബോട്ടിം IMO എന്തോ ഇൻസ്റ്റാൾ ചെയ്ത സമയത്ത് ഇയാൾക്കും അത് ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഇവള് വീണ്ടും ആ IMOയിലോ ബോട്ടിമിലോ ഏതിലോ കയറിയ സമയത്ത് മൂപ്പരാളുടെ മെസ്സേജ് വീണ്ടും വന്നു. അത് ഡെഫിനറ്റ്ലി നമ്മളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും കോൺടാക്റ്റിലുള്ള ആളുകൾ പുതുതായിട്ട് ബോട്ടിമിൽ IMOയിലൊക്കെ വരുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ വരികയും അത് പോവുകയൊക്കെ ചെയ്യും. അങ്ങനെ ഇവൾക്ക് വീണ്ടും മെസ്സേജ് അയച്ചെന്ന് പറഞ്ഞു, ഓർമ്മയുണ്ടോന്ന്. അപ്പോഴത്തേക്ക് ഇവളുടെ കയ്യിൽ നിന്ന് ഫോൺ നമ്പറൊക്കെ പോയിട്ടുണ്ട്, കാരണം ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ഇവളുടെ കയ്യിൽ നിന്ന് ഫോൺ നമ്പറൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ അപ്പോഴും അയാളുടെ കയ്യിൽ ആ നമ്പർ ഉണ്ട്. അയാൾ പറഞ്ഞു, നിനക്ക് എന്നെ ഓർമ്മയുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചു. ഇവളാ വീണ്ടും പേടിച്ചത്. ഡോക്ടറാന്ന് പറഞ്ഞപ്പോൾ അവൾ വീണ്ടും ആ ഒരു സംഭവത്തിൽ നിന്ന് മൂപ്പരെ ബ്ലോക്ക് ചെയ്തിട്ട് IMO ബോട്ടിം അങ്ങോട്ട് അൺഇൻസ്റ്റാൾ ചെയ്തു എന്ന് പറഞ്ഞു. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് സംഭവിച്ചിട്ടുള്ള ഒരു കഥയാണ്. പക്ഷെ ഇതിൽ ഈ ഒരു പ്രൊഫഷനെ ചൂഷണം ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് എന്നുള്ളതാണ്. നമ്മളൊക്കെ ഈ ഒരു സൊസൈറ്റിയിൽ ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റ് കൊടുത്ത് നോക്കുന്ന ഒരു പ്രൊഫഷനാണ് ഡോക്ടറിൻ്റെ പ്രൊഫഷൻ. അതായത് നമ്മുടെ ഹെൽത്ത് സർവൻസ് എന്ന് പറയും. നമ്മളെ എന്തെങ്കിലും ഒരു അസുഖം വരുന്ന സമയത്ത്, നമ്മൾ പഠിച്ചോൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അസുഖം വരുന്ന സമയത്ത് നമ്മൾ വിശ്വസിക്കുന്നത് ഡോക്ടർമാരെയാണ്. അവരെ നമ്മളെ ചതിക്കില്ല, അവരെ നമ്മളെ നല്ല രീതിയിൽ നോക്കുമെന്ന് നമ്മൾ ചിന്തിക്കാം. പല സമയത്ത് ഡോക്ടേഴ്സിന് ഇമോഷൻസ് പോലും ഉണ്ടാവില്ല. അവർ ഭയങ്കരമായിട്ട് അവരുടെ പ്രൊഫഷണൽ എത്തിക്സിൽ മുഴുകിക്കൊണ്ട് ജോലി ചെയ്യുന്ന ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ കണ്ണിലെ കരടായിക്കൊണ്ട് ഇതുപോലുള്ള മനുഷ്യന്മാരുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇവളിത് പറയുന്ന സമയത്ത് എനിക്ക് ഓ മൈ ഗോഡ് എന്നാണ് എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ ഈ ഒരു പ്രൊഫഷനിൽ ഇരിക്കുന്ന മറ്റൊരാൾ പറഞ്ഞിട്ടും എനിക്ക് കേട്ട് അറിവുണ്ട്. ഞാൻ പോകുന്ന ഒരു ഡോക്ടറെ അടുത്തേക്ക് പോകും, അവിടെ പോകരുത്, കാരണം ആ ഡോക്ടർ വളരെ മോശം സ്വഭാവമുള്ള ആളാണെന്നൊക്കെ. നമ്മളടുത്തുള്ള ഡോക്ടർമാരൊക്കെ ആളുകൾ തല്ലി ചതച്ചിട്ട് അങ്ങനെയൊക്കെ പ്രശ്നമായതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ സ്ത്രീകൾ ചെല്ലുന്ന സമയത്ത് പ്രത്യേകിച്ച് സ്ത്രീകൾ ഒറ്റക്ക ചെല്ലുന്നതിൻ്റെ അവരെ കയറി പിടിക്കാം. അങ്ങനെയുള്ള സ്ത്രീകൾ വരുന്ന സമയത്ത് സ്റ്റെത്തൊക്കെ വെക്കൽ കുറച്ച് കൂടുതലായിരിക്കും. ഈ ചെസ്റ്റിൻ്റെ ഭാഗത്ത് പുറത്തൊക്കെ ഇങ്ങനെ സ്റ്റെത്ത് വെച്ച് അവർക്ക് അങ്ങോട്ട് എന്താ പറയുക, ഈ പൾസും കാര്യങ്ങളും ഹാർട്ട് ബീറ്റൊന്നും അവർക്ക് അങ്ങോട്ട് കേൾക്കൂല. അത്രത്തോളം പ്രശ്നത്തിലാണ് അവർ ഈ ഒരു സാധനങ്ങളൊക്കെ വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യേണ്ടാവില്ല. സ്ത്രീകൾ ഒറ്റയ്ക്ക് ചെല്ലുന്ന സമയത്ത് ഈ ഞരമ്പ് രോഗികളായിട്ടുള്ള ഡോക്ടർമാർക്ക് ഭയങ്കര പരിശോധന കൂടുതലായിരിക്കും. അത് ഉള്ള കാര്യം കേട്ടോ. അപ്പം ഞാനും പോകുന്ന സമയത്ത് ഇതുപോലൊക്കെ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഈ ഡോക്ടർമാരുടെ അടുത്ത് നിന്ന് മോശമായിട്ടുള്ള അനുഭവം ഉണ്ടാവാത്തതിൻ്റെ റീസൺ, ഞാൻ ഒറ്റയ്ക്ക് ഒരിക്കലും ഒരു ക്യാബിൻ്റെ അകത്ത് ഡോക്ടറുള്ള സ്ഥലത്തേക്ക് ഞാൻ പോകാറില്ല. ഒരു പുരുഷൻ്റെ കൂടെ ഒറ്റയ്ക്ക് ഒരു സ്ത്രീ ചെന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം ഞരമ്പ് രോഗിയുള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് അത് മുതലെടുക്കാനുള്ള അവസരങ്ങൾ വളരെ കൂടുതലാണ്. അപ്പം ഞാനെപ്പോഴും എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെയാണ് ഞാൻ പോകാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, നേരിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല. പക്ഷേ ഡെഫിനറ്റ്ലി ഞാൻ പോകുന്ന ചില ഡോക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ എനിക്ക് അറിയുന്ന വേണ്ടപ്പെട്ടിട്ടുള്ള ആളുകൾ പറയാറുണ്ട്, അവിടെ പോകരുത്, അവർ ഇത്തരക്കാരാണ്, മോശമാണ്. അവിടെ തന്നെ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ആ ഡോക്ടറുടെ വളരെ മോശ സ്വഭാവമാണ്. കാരണം അവിടെ നിന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സ്ത്രീയുടെ ബോഡി പാർട്സിനെ കുറിച്ച് വർണ്ണിച്ചിട്ടും അതുപോലെ തന്നെ അവരെക്കുറിച്ച് സംസാരിക്കുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ഡോക്ടേഴ്സിനെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യരുതെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. എന്താണെങ്കിൽ അതൊക്കെയാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഈ പ്രൊഫഷണൽ എത്തിക്സ് എന്ന് പറയുന്നത് അത് ഏതൊരു ആണെങ്കിലും അത് നല്ല രീതിയിൽ കൊണ്ടുപോകുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, പ്രൊഫഷണലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഒരു ജോലിനോടുള്ള ഒരു ആത്മാർത്ഥത, അതിൽ നമ്മൾ കൊടുക്കുന്ന സർവീസിൽ ആളുകളെ മിസ്യൂസ് ചെയ്യാതിരിക്കുക എന്നുള്ളൊരു വലിയ മെസ്സേജും കൂടെ ഉണ്ട്. അത് പലപ്പോഴും ആളുകൾ നോക്കാറില്ല എന്നുള്ളതാണ് ഏറ്റവും വേദനകരമായിട്ടുള്ളൊരു അവസ്ഥ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് വലിയ വലിയ പ്രൊഫഷണൽ സ്പേസിലിരിക്കുന്ന ആളുകൾക്ക് അടി കിട്ടുന്നതും അതുപോലുള്ള കുറേ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഡോക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ പോകുമ്പോൾ കണ്ടും കേട്ടും ഒക്കെ സൂക്ഷിച്ചുകൊണ്ടൊക്കെ പോവുക. ഇതുപോലെയുള്ള മിസ്യൂസ് ചെയ്യപ്പെടുന്ന സിറ്റുവേഷൻസിൽ നിന്നെല്ലാം മാക്സിമം ഒഴിഞ്ഞു നിൽക്കാം, സ്വന്തത്തിൽ ട്രസ്റ്റ് ഉണ്ടാവുക. ഇത്രയൊക്കെയാണ് എനിക്ക് ഈ ഒരു വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത്. ഇതുപോലെ എന്തെങ്കിലും എക്സ്പീരിയൻസ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. കാരണം ഇതൊരു ഇൻഫർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. സോ ഇതുപോലെ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ആളുകൾ പ്ലീസ് കം ആൻഡ് ഓപ്പൺ അപ്പ് യുവർ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം. ബൈ.